സന്ധ്യ ഭഗവതിക്ക്, കാളിക്ക്, ഭദ്രകാളിക്ക് ശക്തിയേറുന്ന നിമിഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ സന്ധ്യ മുതൽ സന്ധ്യ വരെ ആരംഭിക്കുന്ന വ്രതങ്ങൾ. കൊടുങ്ങല്ലൂരിൽ നിന്നാണ് അമ്മ വരുന്നതെന്ന്, ഉടവാളിലേന്തിയാണ് അമ്മ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ അമ്മ മാത്രമല്ല വരുന്നത്, കാളിയും കോളിയും വരുന്നു എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യരും അവരുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അമ്മയെ വിളിക്കുമ്പോൾ, അമ്മയെ വിളിക്കുന്ന പദമേതായാലും അമ്മ എഴുന്നള്ളി വരിക തന്നെയാണ്. കാരണം വാക്കിൻ്റെ ശക്തി അമ്മ ശ്രവിക്കുന്നു എന്നും അത് ഈ വായുവിൽ തങ്ങി നിൽക്കുന്നുവെന്നും അത് കേൾക്കുമ്പോൾ അമ്മ വരുന്നുവെന്നുമാണ്. അമ്മയോടൊപ്പം വരുന്നത് 64 യോഗിനിമാരാണ്. 64 സിദ്ധറകൾ പാടുമ്പോൾ 64 യോഗിനിമാർക്കൊപ്പം അമ്മ എത്തുന്നു. 64 എന്ന ഈ നമ്പർ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. 64 യോഗിനിമാരായിട്ട്, 64 സിദ്ധഗണങ്ങളായിട്ട്, ഭൈരവന്മാരായിട്ട്, 64 കലകളായിട്ട്, 64 തന്ത്രങ്ങളായിട്ട്, അങ്ങനെ അങ്ങനെ. ഇവിടെ ഇതാ ആറ്റുകാല അമ്മ ഉത്സവത്തിനായി എഴുന്നള്ളി വരുമ്പോഴും 64 കലകളോടുകൂടി, 64 യോഗിനിമാരോടുകൂടി ഒപ്പം വരുന്നു. അതാണ് കാളിയും കൂളിമാരും വരുന്നു എന്ന് പറയുന്നത്. ഈ 64 പേർ ആരൊക്കെയാണെന്നല്ലേ? അഷ്ടലക്ഷ്മിമാരും ഈ അഷ്ടലക്ഷ്മിമാരിലും നിലകൊള്ളുന്ന അഷ്ടശക്തികളുമാണ് എന്ന് കരുതപ്പെടുന്നു എന്നല്ല, അതാണ് സത്യം. അഷ്ടദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന ശക്തി സ്വരൂപങ്ങൾ ഭഗവതിമാരാകുമ്പോൾ, അഷ്ടലക്ഷ്മിമാരാകുമ്പോൾ വിജയത്തെ നൽകുന്നത്, ധനധാന്യത്തെ നൽകുന്നത്, ആയുസ് നൽകുന്നത്, ആരോഗ്യം നൽകുന്നത്, അങ്ങനെ ഒരാൾക്ക് ജീവിച്ചിരിക്കുവാൻ വേണ്ടുന്നതെല്ലാം, ആനന്ദത്തോടുകൂടി ജീവിച്ചിരിക്കുവാൻ വേണ്ടതെല്ലാം നൽകുന്ന ഭഗവതിമാർ എഴുന്നള്ളി വരുന്നു എന്നർത്ഥം. അപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഭഗവതി വരുന്നു എന്ന് മാത്രമല്ല, എനിക്കും നിങ്ങൾക്കും സകലർക്കും വേണ്ടുന്ന സർവ്വ ഐശ്വര്യത്തെയും ഒപ്പം കൊണ്ടുവരികയാണ്.